ബൂസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്ത കാര്യം ഇതാണ്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമ്മളൊരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് പോകില്ലേ, ആ ഒരു രീതിയിലാണ് ഈ ഒരു സൺസ്ക്രീൻ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ, പോൺസ് സെറം ബൂസ്റ്റ് സൺസ്ക്രീൻ. എൻ്റെ കയ്യിലുള്ളത് SPF 35 ആണ്. PA+++ അടങ്ങിയിട്ടുണ്ട്. UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീമാണ്. അതുപോലെ തന്നെ നയാസിനമൈഡ് C സെറം അടങ്ങിയിട്ടുണ്ട്. നോൺ ഓയിലി ആണ്, നോൺ വൈറ്റ് കാസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീമാണ്. നമുക്ക് ശരിക്കും സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്തതെന്ന് തോന്നത്തില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പോഴുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ നമ്മൾ സൺസ്ക്രീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹെവിനെസ് മിക്കപ്പോഴൊക്കെ ഫീൽ ചെയ്യാറില്ല, ചെറുതായിട്ടാണെങ്കിലും. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കര നമുക്ക് ആ ഒരു ഫീൽ ഒട്ടും തന്നെ തോന്നിക്കാത്ത രീതിയിൽ ഉള്ളൊരു സൺസ്ക്രീനാണ്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൺസ്ക്രീൻ നോക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ്. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടാവും. നോൺ ഓയിലി ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെയിലി യൂസിന് അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. പിന്നെ ഇതിനകത്ത് സെറം ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സെറത്തിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനൊരു ചെറിയൊരു ഗ്ലോ അല്ലെങ്കിൽ കുറച്ചൊരു ഹൈഡ്രേഷൻ ഫീൽ തോന്നില്ലേ, ആ ഒരു സംഭവം എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഒരു വീക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു പാക്കാണ് കേട്ടോ, 15 ഗ്രാമിൻ്റെ പാക്കാണ്. ഈ ഒരു 15 ഗ്രാമിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 69 റുപ്പീസാണ്. ഇതിൻ്റെ വലിയ പാക്ക് 50 ഗ്രാമിനൊക്കെ ആമസോണിലൊക്കെ 149 റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ കൂടിയാണ്. ഇത് SPF 35, 55 ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബ്രൈറ്റ്നസ്, ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് നമ്മുടെ സ്കിന്നിന് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ സ്കിൻ ഓയിലി അല്ല, പക്ഷെ നല്ലൊരു നമ്മൾ നയാസിനമൈഡ് സെറമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ കാണില്ലേ, ഓയിലി അല്ലാത്തൊരു ഗ്ലോ. അപ്പോൾ ആ ഒരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു നോൺ ഓയിലി ആയിട്ടുള്ള, നോൺ ഗ്രീസി ആയിട്ടുള്ള, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സൺസ്ക്രീനാണ്. അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ പോൺസിൻ്റെ സെറം ബൂസ്റ്റ് സൺസ്ക്രീൻ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.